ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അയ്യോ വാട്ട് നോ ബൈ സാന്ദ്ര. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. പലരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ആ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വിഷുവിന് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ വീട് പത്തനംതിട്ട കാരമേലിലാട്ടോ, കോഴഞ്ചേരിക്കടുത്ത്. അവിടെ പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. സാഹചര്യം കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു പാറയുടെ പുറത്ത് കുറേ നാളുകളായിട്ട് കണ്ട് ഇരിക്കുന്നൊരു സ്ഥലമാണ്. ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ സ്ഥലമൊക്കെ എവിടെയൊക്കെയാണ്? നമ്മുടെ സ്ഥലം എക്സാക്ട്ലി എവിടെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ കാരമേലി എന്ന് പറയും. ഇലന്തൂരൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നരബലി നടന്നൊക്കെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കാരമേലി. ഇതാണ് നമ്മുടെ തൊണ്ടിലെ കാണുന്നത്. അവിടെ കാണുന്നൊരു പാറ ഉണ്ടല്ലോ, അപ്പോൾ ആ പാറയിലാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത്. അവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. ഇടപ്പാറ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. നമ്മുടെ കായംകുളം കൊച്ചുണ്ണി സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് അവസാനം ഒരു കാവൊക്കെ കാണിക്കത്തില്ല, ദുര്യോധന ക്ഷേത്രം. അപ്പം അത് ഇവിടാണ്. അപ്പം അവിടുത്തെ ഉത്സവമാണ്. അപ്പം വിഷുവിൻ്റെ അന്നാണ് ഉത്സവം. അപ്പം നാളെയാണ് മെയിൻ ഉത്സവം. എന്നപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങളൊന്ന് പ്രകൃതി ആസ്വദിക്കാനും ഈ ഹിഡൻ സ്പോട്ടിലൊന്ന് കയറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. ഈ പാറയുടെ മുകളിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. വിഷുവിൻ്റെ തലേന്നെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അന്ന്. ഞാനിങ്ങനെ അങ്ങനൊന്നും ചെയ്യാത്തതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അമ്മയുടെ അനിയത്തിമാരുടെ മക്കളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോഴാണ് ഇവിടെ ഒരു കൗതുകകരമായിട്ടൊരു പോസ്റ്റർ ഉണ്ട് കേട്ടോ. ഇതാണ് വലിയ കനാൽ. അപ്പോൾ ഇത് പമ്പ നദിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഈ കനാൽ ഇതിനങ്ങ് നിറയും. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഈ കനാലിലൊന്നും ഇപ്പോൾ അധികം വെള്ളമൊന്നുമില്ല. ഞങ്ങളുടെ പഴയ അംഗൻവാടിയാണിത്. ഒരു നൊസ്റ്റു ഓർമ്മയാണ്. ഇവിടെ എല്ലാം റംബൂട്ടാനാണ് കേട്ടോ. ഇവിടെയൊക്കെ റംബൂട്ടാൻ്റെ മരം. കുറച്ചുകൂടെ ഉണ്ട്, എടുക്കാം. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്ന ഗൈസ് കേട്ടോ. പാറയുടെ മുകളിൽ ചെന്ന് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. ഏത് പാറയുടെ മുകളിൽ പോയാലും അത്യാവശ്യം നല്ല കാഴ്ചയാണ്. അതുപോലെ നല്ല സൂപ്പർ ഒരു കാം ആൻഡ് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ആ പാറയുടെ പുറകിലെ രഹസ്യമെന്ന് പറയുന്നത്. ഇവിടെ ഒരു പാറക്കുളം പോലെയൊക്കെ ഉണ്ട്. ഇപ്പം സമ്മർ ആയതുകൊണ്ടെല്ലാം വറ്റി വരേണ്ട കിടക്കുകയാണ്. പക്ഷെ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഗൈസ്. നമ്മോ ഇത്രയും നല്ലൊരു സ്പോട്ടാണ് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെത്ര അടുത്തുണ്ടായിട്ട് ഞങ്ങൾ ഇതുവരെ ഈ സ്ഥലത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. സത്യമായിട്ട് ഇങ്ങനൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അപ്പം ഞങ്ങളുടെ അടുത്താണ് ഈ പാറയൊക്കെ ഉള്ളത്. വരണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വരക്കൊന്നും നടന്നിട്ടില്ല. പക്ഷെ വന്നപ്പോൾ എൻ്റെ പൊന്നെ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഇതുവഴി വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരിക, ഇവിടെ ആസ്വദിച്ചിട്ട് പോകാം. ഒരു ഈവനിങ് ടൈമൊക്കെ വന്നാൽ നല്ല വെയിൽ താഴ്ന്ന ടൈമിലൊക്കെ വന്നാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ആയിട്ടാണ് ഇങ്ങോട്ട് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.